അർജന്റീനയ്ക്ക് എന്തുകൊണ്ട് എപ്പോഴും ചെറിയ ടീമുകളെ ലോകകപ്പിൽ കിട്ടുന്നു? വിമർശകരുടെ ചോദ്യമാണ്. എന്തിന്? വിമർശകർക്ക് തന്നെ അതിൻ്റെ ഉത്തരം അറിയാം. ഫുട്ബോൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു വൈഡ് ഓഡിയൻസിലേക്ക് പോകുന്ന ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം ഈ വീഡിയോയിൽ പറയാം. ലോകകപ്പിൽ ഓരോ ഗ്രൂപ്പിലേക്കും എങ്ങനെയാണ് ടീമുകൾ നിശ്ചയിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും മികച്ച 9 രാജ്യങ്ങളെ ഓരോ ഗ്രൂപ്പിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിടും. അപ്പോൾ തന്നെ ഗ്രൂപ്പുകൾ ബാലൻസ്ഡ് ആവും. ഇതൊരു ലൈവ് ഡ്രോ വഴിയാണ് നടക്കുന്നത്. എവർക്കും കാണാം. ഇനി അർജന്റീനയുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ അർജന്റീനയെ റൗണ്ട് ഓഫ് 16-ൽ ജയിച്ച് കയറി വന്നാൽ നേരിടേണ്ടി വരുന്നത് സാക്ഷാൽ പോർച്ചുഗലിനെ തന്നെയായിരുന്നു. ശക്തരായ എതിരാളി തന്നെയാണ്. പോർച്ചുഗൽ ടീമിനെ നമുക്കറിയാം. ലോകത്തിലെ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും വലിയ ടൂർണമെൻ്റായ യുഎഫ ചാമ്പ്യൻസ് ലീഗ് നേടിയ പാരീസ് സെയിൻറ്റ് ജർമ്മനിലെ മിഡ്ഫീൽഡേഴ്സ്, ഡിഫൻഡേഴ്സ്, സ്ട്രൈക്കേഴ്സ് എല്ലാവരും അടങ്ങുന്ന ഒരു ടീം തന്നെയാണ് പോർച്ചുഗൽ. അതോടൊപ്പം തന്നെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ, കൂടെ അൽ നാസറിൽ മത്സരിക്കുന്ന ജാവോ ഫിലിക്സ്, മികച്ച റൈറ്റ് ബാക്കുകളൊന്നായ ജാവോ കാൻസലോ, മികച്ചൊരു ഗോൾ കീപ്പർ, എല്ലാം കൊണ്ടും മികച്ചൊരു ടീമായിരുന്നു പോർച്ചുഗൽ. ആ ടീമിനെയാണ് നേരിടേണ്ടി വരുന്നത്. എന്നാൽ പോർച്ചുഗലാകട്ടെ ആദ്യ ഗ്രൂപ്പ് മത്സരങ്ങളിൽ 2 മത്സരത്തിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മാത്രം 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇവിടെ കൊണ്ട് തീർന്നില്ല. അടുത്തതായി സ്പെയിൻ. കേപ്പ് വെർഡെയുമായി സ്പെയിൻ സമനിലയായതിനാൽ സ്പെയിൻ അവസാന മത്സരം അതിനിർണായകമായിരുന്നു. അതിശക്തരായ ഉറുഗ്വേയുമായിട്ട്. ആ മത്സരത്തിൽ സ്പെയിൻ തോറ്റിരുന്നെങ്കിൽ അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32-ലെ എതിരാളി കേപ്പ് വെർഡെയ്ക്ക് പകരം സ്പെയിൻ ആകുമായിരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. ബെൽജിയവും മറ്റൊരു എതിരാളി ആയേനെ. അവസാന മത്സരത്തിൽ ബെൽജിയം 3 ഗോൾ ഡിഫറൻസിലെങ്കിലും ജയിച്ചാൽ മാത്രമാണ് അത് ഒഴിവാകുക. അങ്ങനെ ബെൽജിയം ജയിച്ചതുകൊണ്ട് അർജന്റീനയ്ക്ക് ബെൽജിയവും ഒഴിവായി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മത്സരഫലങ്ങളനുസരിച്ചായിരിക്കും ഓരോ ടീമുകൾക്ക് ആരൊക്കെ ഓപ്പണൻ്റായി വരുമെന്നുള്ളത് തീരുമാനിക്കുക. ഫ്രാൻസിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ഫ്രാൻസിന് എളുപ്പമുള്ള ടീമുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ജർമ്മനി പുറത്തായതോടെ അടുത്ത റൗണ്ടും പരാഗിയായിട്ട് മത്സരിച്ചാൽ മതി എന്ന് കരുതി അതൊരു മത്സരഫലത്തിൻ്റെ റിസൾട്ട് മാത്രമാണ്, അല്ലാതെ ആരും മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല. ഇനി പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നാൽ പോർച്ചുഗൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ട് പോലും മറ്റൊരു ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരെ മാത്രമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അത് ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ്. അർജന്റീനയുടെ ഗ്രൂപ്പിൽ ഒരുപക്ഷെ അർജന്റീന ഇതുപോലെ 2-മതായിരുന്നെങ്കിൽ സ്പെയിന് നേരിടേണ്ടി വന്നേനെ. മറ്റൊരു ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാണ് സ്പെയിൻ. എന്നാൽ പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തെത്തിയിട്ടും മറ്റൊരു ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരെ മാത്രം നേരിടേണ്ടി വരുന്നത് ഫിഫ തീരുമാനിച്ചതല്ല. ആ ഗ്രൂപ്പിലേക്ക് ഡ്രോ വഴി പോർച്ചുഗൽ വന്നുപെട്ടതാണ്. ആ ഒരു അഡ്വാൻറ്റേജ് പോർച്ചുഗലിന് കിട്ടി. 1-ാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും മറ്റൊരു ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായ, അതായത് ഇംഗ്ലണ്ടിനെയായിരുന്നു നേരിടേണ്ടിയിരുന്നത്. അതിന് പകരം ക്രൊയേഷ്യയിലേക്ക് എത്തി. ഇതുപോലെ കൊളംബിയ മാച്ചിൽ അവസാന നിമിഷമുണ്ടായ ഓഫ് സൈഡ് ഇൻസിഡൻറ്റ് ഒരു പക്ഷേ അർജന്റീന മാച്ചായിരുന്നെങ്കിൽ വളരെ വിമർശനങ്ങൾ വന്നേനെ. അതുപോലെ വിമർശനങ്ങളാവാം. ഫാക്റ്റും എവിഡൻസും ഒക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത് വെച്ച് വിമർശിക്കുക. അല്ലാതെ ഒന്നും പറയാനില്ലാത്തപ്പോൾ എന്തെങ്കിലും ആർഗ്യുമെൻ്റ് വെച്ച് വിമർശിക്കാതെ എല്ലാ മത്സരവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക.